150 ഉണ്ടാക്കും. ഇപ്പൊ നമുക്കിതൊരു ഇൻട്രസ്റ്റ് ആയിട്ട് പോവുകയാണ്. കാര്യം എന്ന് വെച്ചാൽ നല്ലൊരു വരുമാനം നിന്ന് കിട്ടും. അവരെ പീസായ ബൾബ് നമ്മൾ റിപ്പയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഒരു ബൾബ് നിർമ്മാണ കേന്ദ്രം നമ്മുടെ ഹരിതകർമ്മ സേനാ പ്രവർത്തകർ ആരംഭിക്കുക, അത് സക്സസ് ആയിട്ട് 1.5 വർഷത്തോളം കൊണ്ടുപോകുക, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. നമസ്കാരം. ഇത് കല്ലമ്പലം മണമ്പൂർ ഒറ്റൂർ ഗ്രാമപഞ്ചായത്താണ്. അല്പം ക്യൂരിയോസിറ്റി വളർത്തുന്ന ഒരു വാർത്ത കേട്ടത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഇവിടുത്തെ ഹരിതകർമ്മ സേനാ പ്രവർത്തകർ ഈ പഞ്ചായത്തിന് ആവശ്യമായ LED ബൾബുകൾ ഉണ്ടാക്കി വിൽക്കുന്നു എന്നൊരു ക്യൂരിയോസിറ്റി വളർത്തുന്ന വാർത്ത കേട്ടാണ് ഞങ്ങൾ എത്തിയത്. ഇവിടെ വന്നപ്പോഴത്തേക്കാണ് മനസ്സിലായത് ഈ LED ടെക്നോളജിയൊക്കെ വളരെ നിസ്സാരമായിട്ടാണ് നമ്മുടെ ചേച്ചിമാരൊക്കെ കൈകാര്യം ചെയ്തത്. ആ ചേച്ചിമാരല്ല ഇപ്പോൾ വിസ്മയ ന്യൂസിൻ്റെ ഒപ്പം ഉണ്ട്. ചേച്ചി, ഈ ഒരു ആശയം ആരാ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്നത്? ഈ ആശയം മുന്നോട്ട് കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റിക് എടുക്കാനായിട്ട് വാർഡുകളിൽ ഇറങ്ങിയപ്പോൾ നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കൂടെ ഒരുപാട് നമുക്ക് ഈ ബൾബുകൾ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെ റിപ്പയർ ചെയ്ത് അവർക്ക് തന്നെ കൊടുക്കാം, കുറഞ്ഞൊരു റേറ്റിൽ കൊടുക്കാം എന്നുള്ളൊരു ആശയം നമ്മൾ വരികയും ചെയ്തു. അത് പഞ്ചായത്ത് സെക്രട്ടറി അടുത്ത് പറഞ്ഞ്, അപ്പോൾ അവർ നമ്മളടുത്ത് പറഞ്ഞെങ്കിൽ നമുക്കിങ്ങനെ ഒരു പ്രോജക്റ്റ് വെച്ചിട്ട് നമുക്കിത് സംരംഭമായിട്ട് തുടങ്ങി. അവർക്ക് പഴയ ബൾബ്, അപ്പോൾ ഇത് ഒരുപാട് പ്ലാസ്റ്റിക് ഉപയോഗമില്ലാത്ത ആവുകയില്ല, നമുക്ക് അവർക്കൊരു കുറഞ്ഞ റേറ്റിൽ ശരിയാക്കി കൊടുക്കാമെന്നുള്ള രീതിയിലാണ് നമ്മൾ തുടങ്ങിയത്. ആദ്യമൊക്കെ നമുക്ക് തുടങ്ങിയ സമയത്തൊക്കെ നമുക്കൊരു എന്നോടൊരു താല്പര്യക്കുറവ് പോലെ ആയിരുന്നു. പക്ഷേ പിന്നെ നമ്മളതൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് ഇപ്പം സ്പീഡായി. ഇപ്പം അങ്ങനെയാണ് നമ്മൾ പുതിയ ബൾബുകൾ ഉണ്ടാക്കി കൊടുക്കാന്നുള്ളതായി. ഇപ്പം നമുക്കിതൊരു ഇൻട്രസ്റ്റ് ആയിട്ട് പോവുകയാണ്. കാര്യം എന്ന് വെച്ചാൽ നല്ലൊരു വരുമാനം നിന്ന് കിട്ടും. നമ്മളെ പ്ലാസ്റ്റിക് എടുപ്പിൻ്റെ കൂടെ തന്നെ ഈ ഒരു ജോലിയും കൂടെ ഇതിൻ്റെ ഇടയിൽ അങ്ങ് നടക്കും. ചേച്ചി, ഇത് എത്ര സ്റ്റെപ്സ് ആണ് ഒരു ബൾബ് ഉണ്ടാക്കി എടുക്കുന്നത്? ഇത് 3 സ്റ്റെപ്പ് ഉണ്ട്. ഇത് LED ഡ്രൈവ് എന്ന് പറയും. ഇതിനകത്ത് LED ഹൗസാണിത്. ഇതിനകത്ത് ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് ഇത് B22 ക്യാപ്പ് ഇതിനകത്ത് ഫിക്സ് ചെയ്ത് ഇവിടെ സോൾഡർ ചെയ്യണത്. ഇവിടെ സോൾഡർ ചെയ്യും. പിന്നെ ഈ LED മൊഡ്യൂള് ഇവിടെ പ്ലസും മൈനസും കൊടുത്തിട്ടുണ്ട്. അത് പ്ലസിലും മൈനസിലും ഇത് സോൾഡർ ചെയ്ത് പഞ്ചിങ് മെഷീനിൽ ഇത് പഞ്ച് ചെയ്യും. പഞ്ച് ചെയ്തിട്ട് പ്രസ്സിങ് മെഷീനിൽ ഇത് പ്രസ് ചെയ്തതിന് ശേഷം ക്യാപ്പ് വെച്ച് അടയ്ക്കും. ക്യാപ്പ് വെച്ച് അടച്ചതിന് ശേഷം അത് ചെക്ക് ചെയ്ത് നോക്കും അല്ലേ? അപ്പോൾ ഇതിന്റെ സാധനങ്ങളൊക്കെ എവിടെ നിന്നാണ് ഇറക്കുമതി ചെയ്തത്, കൊണ്ടുവരുന്നത്? സാധനങ്ങൾ നമ്മൾ പഞ്ചായത്തിൽ അറിയിക്കും. സാറാണ് ഇതെല്ലാം പൈസ ചിലവാക്കി നമ്മൾക്ക് എടുത്തു തരുന്നത്. ഇപ്പം നമ്മളെടുത്തത് കൊല്ലത്തു നിന്നാണ്. ഇതിന്റെ ഒരു ബൾബ് ഉണ്ടാക്കാനുള്ള ഈ മെറ്റീരിയൽസിന് ഏകദേശം എന്ത് വില വരും? ഒരു ബൾബ് ഉണ്ടാക്കാൻ 9 വാൾട്ടിന്റെ ആണെങ്കിൽ ഒരു 50-60 രൂപയോളം ചിലവ് വരും. ചിലവ് മാത്രം നിങ്ങളെ പണിക്കൂലി ഉൾപ്പെടെ? അല്ലല്ല, പണിക്കൂലി ഉൾപ്പെടെ അല്ല, സാധനത്തിന് ചിലവ് മാത്രം. ഇത് ഒരെണ്ണം എത്ര രൂപയ്ക്കാണ്? ഒരെണ്ണം 12 വാൾട്ടിന്റെ ആണെങ്കിൽ 70 രൂപയ്ക്കും, അല്ല 9 വാൾട്ടിന്റെ 70 രൂപയ്ക്കും, 15 വാൾട്ടിൻ്റെത് 120 രൂപയ്ക്കും വിൽക്കും. എത്ര ലാഭം കിട്ടുന്നതിനകത്ത്? നമുക്ക് ഈ 15 വാൾട്ടിൻ്റെത് 50 രൂപ കിട്ടും. മറ്റേതിൻ്റെത് 70-ൻ്റെത് അത് 10-30 രൂപയ്ക്കല്ലേ കിട്ടുള്ളൂ, അത്രേ കിട്ടത്തുള്ളൂ. പണിക്കൂലി പോകുന്നത്? പണിക്കൂലി പോകുന്നത്. ഇതൊക്കെ സപ്ലൈ ചെയ്യാനൊക്കെ വണ്ടിയൊക്കെ ഉണ്ടോ ഇവിടെ? ഇല്ലേ, വണ്ടിയുടെ നമ്മളിപ്പോ തുടങ്ങി 1-1.5 വർഷം ആയതല്ലേ ഉള്ളൂ. ഇനിയെ നമ്മൾ അതിന്റെ ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾ പോണ വീടുകാൻ തോറും ഇത് വിൽക്കാൻ അവരോട് പറയും, തരാന്ന് പറയും, കൊടുക്കും. അവരെ പീസായ ബൾബ് നമ്മൾ റിപ്പയർ ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ 5 പേര്.
നിങ്ങൾ ഒരു ദിവസം എത്ര ബൾബ് ഉണ്ടാക്കും? ഒരു ദിവസം നമ്മളൊരു 100 150 ഉണ്ടാക്കും. ഉണ്ടാക്കും അല്ലേ? എല്ലാവരും ചേർന്ന് എല്ലാവരും ഷിഫ്റ്റ് ആയിട്ടാണോ അതോ ഒരുമിച്ച് തന്നെ. ഒരുമിച്ച് തന്നെ ചെയ്യുന്നത് അല്ലേ? അല്ല, നിങ്ങൾ ഇതിനു വേണ്ടിയുള്ള മൂലധനം എങ്ങനെയാണ് സംഘടിപ്പിച്ചത്? നമ്മൾ കുടുംബശ്രീ വഴിയാണ് സംരംഭം രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അപ്പോൾ കുടുംബശ്രീ വഴി നമുക്ക് സംരംഭത്തിന് ഒരു ചെറിയ ലോണുണ്ട്. ലോൺ എടുത്താണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്, തുടങ്ങിയത്. എന്നിട്ട് നമുക്ക് കിട്ടുന്ന അതിൽ നമ്മളത് ലോൺ അടച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. ഇല്ല തീർന്ന് ഇത് പഞ്ചായത്തിൻ്റെതായിട്ട് ഫ്രീ ആണ്, വാടക കൊടുക്കണ്ട. എനർജി സെന്ററോ ഇനി 2 അടവും കൂടെ ഉള്ളൂ. ഏതായാലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ക്യൂരിയോസിറ്റിയൊക്കെ ഉണർത്തുന്ന ഒരു വാർത്തയായിരുന്നു ഇത്. കാരണം ഒരു ബൾബ് നിർമ്മാണ കേന്ദ്രം നമ്മുടെ ഹരിതകർമ്മ സേനാ പ്രവർത്തകർ ആരംഭിക്കുക, അത് സക്സസ് ആയിട്ട് 1.5 വർഷത്തോളം കൊണ്ടുപോകുക, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. ഒരുപാട് ഹരിതകർമ്മ സേനാ പ്രവർത്തകർക്ക് മാതൃകയാക്കാൻ പറ്റിയ ഒരു കാര്യം കൂടിയാണ്. വിസ്മയസുണ്ട് ക്യാമറമാൻ രഞ്ജനൊപ്പം ശ്രീത്ത് മാരാർ സൈനിക.